ശ്രീ വേണുഗോപാലെ, എനിക്കിപ്പോൾ ഈ ടി.പി. ശ്രീനിവാസൻ്റെ കാര്യം എനിക്ക് ഓർമ്മ വരികയാണ്. പണ്ട് ഓർക്കുന്നുണ്ടോ, ഈ SFI പിള്ളേർ കോളത്തെ അടികൊണ്ട് ഉരുണ്ടുപോയി, വല്ലാത്ത കാഴ്ചയായിരുന്നു. അടിച്ചുരുട്ടി എന്ന് പറയില്ലേ, അതുപോലെ അദ്ദേഹത്തെ പോലെ ഒരു പ്രതിഭാശാലിയെ SFI പിള്ളേർ അടിച്ചു വീഴ്ത്തുക എന്ന് പറഞ്ഞാൽ നമുക്കത് കണ്ടു നിൽക്കാൻ പോലും കഴിഞ്ഞില്ല എന്നുള്ളതാണ്. നമ്മൾ ലജ്ജിച്ച് തല താഴ്ത്തേണ്ടി വന്നു. ഇപ്പം ഞാനിത് ഓർക്കാൻ കാര്യം മറ്റൊന്നുമല്ല, നമ്മുടെ ഇടതുപക്ഷ സർക്കാർ സ്വകാര്യ സർവകലാശാല ബില്ല് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ അവതരിപ്പിക്കുകയാണ്. അതെ അതെ, അത് അവർ കുറേ നാളുകൊണ്ട് വെച്ച് നടത്തുകയാണ്. കുറേ നാളുകൊണ്ട് ആലോചിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഖജനാവിൽ കാശില്ല, ഗതി മുട്ടി നിൽക്കുക. അപ്പോൾ ഇനി എന്തെങ്കിലും കൊണ്ടുവന്ന് ഇപ്പോൾ റോഡ് മുഴുവൻ ടോൾ വരാൻ പോവാണ്. അതിന് യൂസർ ഫീ എന്ന് പറയുന്നത്, ടോളെന്ന് പറയുന്നില്ല, പൊങ്ങി പിടിച്ച് വിരിക്കുന്ന പരിപാടിയാണ്. അപ്പം എല്ലായിടത്തും ക്യാമറ വെച്ചും ഫൈൻ അടിച്ചുമൊക്കെ മതിയായി. ഇനിയിപ്പം യൂസർ ഫീ വെച്ച് ആകാമെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നോക്കുന്നത്. അപ്പം അതുപോലെ ഇപ്പം അതൊന്നും കൊണ്ട് ഖജനാവ് നിൽക്കില്ലെന്നേ. ഖജനാവിനകത്ത് കാശില്ലാതെ എങ്ങനെയാണ് സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഞാൻ മുമ്പ് പറയായിരുന്നു, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സൈക്കിളിൽ ക്ലിഫ് ഹൗസിൽ നിന്ന് സെക്രട്ടറിയിലേക്ക് പോകേണ്ട അവസ്ഥയിലാണ് നിൽക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ അങ്ങനെയാണ്. ഖജനാവ് ഭംഗിയായി സൂക്ഷിക്കുന്നെങ്കിൽ, ഖജനാവിൽ നിന്ന് എല്ലാവരും എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, കടം വാങ്ങിച്ച് വീണ്ടും അതുപോലെ ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. അത്രയ്ക്ക് ഗതികേടിലാണ് കേരള ഖജനാവ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റുള്ളൂ. സ്വകാര്യ സർവകലാശാലകൾ അതിൻ്റെ ഒരു നാന്ദിയായിട്ടാണ് വരുന്നത്. അപ്പോൾ എതിർപ്പ് തീരുമാനങ്ങളിലൊക്കെ 50 വർഷത്തിൽ കൂടുമ്പോൾ മാറ്റാവുന്നതാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ നയം അങ്ങനെയാണ്. അന്ന് ടി.പി. ശ്രീനിവാസന് ഇതിനു വേണ്ടിയുള്ള ഒരു മീറ്റിംഗ് ആയിരുന്നല്ലോ കോവളത്ത് വെച്ച് കൂട്ടിയത്. അതെ അതെ, അതിലാണ് അദ്ദേഹത്തിനെ കൊങ്ങി പിടിച്ചതും അടിച്ചിട്ടതും. അല്ല, അത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ സമയത്തായിരുന്നു. അതെ അതെ അല്ലേ? അന്ന് അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസ ചെയർമാൻ ആയിട്ട് സമിതിയിലാണ്. പക്ഷേ അന്നത് നടപ്പിലാക്കിയിരുന്നുവെങ്കിൽ ഇന്നെന്താകുമായിരുന്നു കേരളം? അത് നമ്മൾ തന്നെ ചെയ്യണം എന്നുള്ളതാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു നയം അതാണ്. നിങ്ങൾ കേരളയിൽ കൊണ്ടുവന്ന ഞങ്ങൾ തീർക്കും, ഞങ്ങൾ കൊണ്ടുവന്ന ഞങ്ങൾ അനുകൂലിക്കും. നിങ്ങൾ ഹൈസ്പീഡ് ഹൈവേ കൊണ്ടുവന്നാൽ ഞങ്ങൾ തീർക്കും, ഞങ്ങൾ കൊണ്ടുവന്ന UDF ആണല്ലോ ആദ്യം എക്സ്പ്രസ് ഹൈവേ അത് മുനീറിന്റെ പദ്ധതിയല്ലേ. അപ്പൊ അതിനെ എതിർത്ത് നഖശികാന്ത് എതിർത്ത് സംസ്കാരിക നായകന്മാരൊക്കെ റോഡിൽ ഒരു എരുമയെ ഇവിടുന്ന് അപ്പുറത്തോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നൊക്കെയാണ് ചോദിച്ചത്. കർഷകൻ ഒരു എരുമയെ ഇങ്ങോട്ട് ക്രോസ് ചെയ്യിക്കാൻ പറ്റുമോ? നമുക്ക് ക്രോസ് ചെയ്യുന്ന മാത്രമല്ല. അപ്പോൾ അവിടെ അപ്പുറത്ത് കെട്ടിയിരിക്കുന്ന പശുവിന്, പുല്ല് തിന്നുന്ന പശുവിനെ കറക്കാനായിട്ട് ഇപ്പുറത്തുനിന്നൊരു സ്ത്രീ പോയാൽ ഉള്ള പാലുപാത്രം എല്ലാം കൂടെ അടിച്ച് തേർത്തിക്കൊണ്ട് വണ്ടി പോകില്ലേ? ഇങ്ങനെയൊക്കെയാണ് ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പം അത് കഴിഞ്ഞപ്പം എക്സ്പ്രസ് ഹൈവേയും സ്പീഡ് ഹൈവേ ഒന്നും നമുക്ക് പ്രശ്നമല്ല. സ്പീഡ് റെയിൽ, റെയിൽ എന്ന് പറഞ്ഞ് വരുന്നതിന് പ്രശ്നമല്ല. ഈ കേരളത്തെ കുറുകെ മുറിക്കുന്നു എന്നുള്ളതൊന്നും അതിൽ പ്രശ്നമല്ല. അപ്പം അത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു ലൈനാണ്. അവർക്ക് അതിനൊക്കെയുള്ള മിടുക്കുണ്ട്. അതാണ് ഞാനതിനെ കുറ്റം പറയില്ല. കാരണം അവർ മിടുക്കന്മാരാണ്, മറ്റുള്ളവർ കിഴക്കന്മാരാണെന്ന് ഞാൻ പറയുന്നത്. പ്രതിപക്ഷം എന്ന് പറയുന്നത് വെറും മക്കുണന്മാരായതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. കാരണം താൻ എന്താ പറഞ്ഞതെന്ന് ചോദിച്ചുകൊണ്ട് കാര്യമില്ല. പത്രത്തിൽ VD സതീശൻ അസംബ്ലി പോയിരുന്ന് പ്രസംഗിച്ചിട്ട് മാത്രം എന്താ കാര്യം? അസംബ്ലിക്കകത്ത് AC മുറിക്കകത്തിരുന്ന് ആർക്കും ഭയങ്കരമായിട്ട് പ്രസംഗിക്കാം. പക്ഷേ ആ പ്രസംഗിക്കുന്ന അനീതികൾ വെളിയിൽ വന്ന് ചോദ്യം ചെയ്യുമ്പോഴാണ് അവർ പ്രതിപക്ഷമാകുന്നത്. ഒരു പോലീസുകാരൻ ഒരു പാവപ്പെട്ടവനെ കുനിച്ച് നിർത്തി ഇടിച്ചു, അല്ലെങ്കിൽ ഒരു പോലീസുകാരൻ ഒരു ലൈംഗിക അതിക്രമം നടത്തിയ സ്ത്രീക്ക് കൊടുക്കേണ്ട പ്രൊട്ടക്ഷൻ കൊടുത്തില്ല. കൊടുപ്പിക്കേണ്ട ജോലിയും പ്രതിപക്ഷത്തിനുണ്ടെന്നേ. അതായത് പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് ഇത് ഷാഡോ ഗവൺമെൻറ് എന്ന് പറയുന്ന പോലെയാണ്. പ്രതിപക്ഷ നേതാവിന് എന്തിനാണ് ക്യാബിനറ്റ് റാങ്ക് കൊടുത്തിരിക്കുന്നത്? മുഖ്യമന്ത്രി ചെയ്തില്ലെങ്കിൽ അത് തിരുത്തി ചെയ്യിക്കാനായിട്ടാണ് ക്യാബിനറ്റ് റാങ്ക് കൊടുത്തിരിക്കുന്നത്. അല്ലാതെ ചുമ്മാ കാർ കയറി ഇങ്ങനെ കറങ്ങി നടക്കാനല്ല. അത് അച്യുതാനന്ദനെ കണ്ടുപിടിക്കണമായിരുന്നു. മതികെട്ടാമലയുടെ മോളിൽ കയറിയും അവിടെ പറയാനുള്ളത് പറഞ്ഞിട്ടേ വരുള്ളൂ, 90 വയസ്സ് കഴിഞ്ഞിട്ടും. മനസ്സിലായില്ലേ? അതാണ് പ്രതിപക്ഷ നേതാവ്. ജനങ്ങളുടെ ഇടയിൽ അസംബ്ലി മാത്രം പറഞ്ഞാൽ പോരാ, അല്ലെങ്കിൽ പ്രസ് കോൺഫറൻസ് എല്ലാവരും കൂടെ ക്യാമറ കൊണ്ടും തള്ളി വയ്ക്കുമ്പോൾ മാത്രം പറഞ്ഞാൽ പോരാ. മൂന്നാറിലെ പെമ്പിളയുമായി സമരം അവസാനിപ്പിച്ചത് VSന്റെ ഇടപെടലല്ലേ? എന്തെല്ലാം അതില്ലേ. മാർക്സിസ്റ്റ് പാർട്ടി പ്രതിപക്ഷത്തായിരുന്നെങ്കിൽ ആളുകൾ ഇപ്പോൾ ആലോചിക്കുന്നതുകൊണ്ടില്ലേ. പ്രതിപക്ഷത്തായിരുന്നെങ്കിൽ ഒരു അനീതി ആക്രമണം ഒന്നും നടത്താൻ അവർ സമ്മതിക്കില്ല. ഭരണപക്ഷമാകുമ്പോൾ അവരെല്ലാം ചെയ്യും. അതുപോലെയാണ് ഇപ്പോൾ ഈ ബില്ല് താങ്കൾ പറഞ്ഞ പോലെ വന്നിരിക്കുന്നത്. എനിക്ക് ആ ബില്ല് വന്നപ്പോൾ ഓർമ്മ വന്നത് SFI പയ്യനെയാണ് കേട്ടോ. ശരത്ത് എന്ന് പറയുന്ന ഒരു പയ്യനാണ് അടിച്ച് വീഴ്ത്തിയത്. ഇപ്പോഴും അത് എല്ലാ ചാനലുകളുടെയും ആർക്കൈവ്സിൽ അത് വെച്ചിട്ടുണ്ട്. അത് ആ ശരത്ത് ഇപ്പോൾ SFIക്കാരനാണ്. അങ്ങനൊന്നും വഴിയാധാരമാകത്തില്ല കേട്ടോ, സംരക്ഷിച്ചിട്ടുണ്ട്. ആ ശരത്ത് ഇപ്പോൾ കോഓപ്പറേറ്റീവ് ബാങ്കിൽ, മലയൻകീഴ് സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഇതിൽ വലിയറത്തല ബ്രാഞ്ചിൽ ക്ലർക്കായിട്ട് ജോലി ചെയ്യുകയാണ്.
അത് മാർക്സിസ്റ്റ് പാർട്ടിയെ കൊടുത്ത കണ്ടുപിടിക്കുന്ന പാരിതോഷികമാണ്. വേറൊരു കാര്യം അതാണ്. അവർ ഏത് അതിക്രമം കാണിച്ചാലും അവരതിനെ ന്യായീകരിക്കും. സഖാവാണെങ്കിൽ ന്യായീകരിക്കും. ന്യായീകരിക്കുക മാത്രമല്ല, അവർക്ക് ഉന്നതമായ പദവികൾ കൊടുക്കുകയും ചെയ്യും. അങ്ങനെ ഒരു ചാവേറുകളെ ഉണ്ടാക്കി വെക്കുന്ന ഒരു സംവിധാനം അവർക്കുണ്ട്. അതുകൊണ്ടാണ് അവർ പിടിച്ചു നിൽക്കുന്നത്. അല്ല, വേണ്ടത്ര യോഗ്യത പോലും പക്ഷേ കാണത്തില്ലായിരിക്കും ബാങ്കിൽ കയറാനുള്ളത്. അവിടെ കയറിയതിന് ശേഷം യോഗ്യത അയോഗ്യതയാണ്. അത് പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഈ മന്ത്രിസഭയിൽ പോലും യോഗ്യതകൾ പലപ്പോഴും അയോഗ്യതകളാണ്. അതുകൊണ്ടല്ലേ സുരേഷ് കുറുപ്പ് 4 കാരണം മറിച്ച് തെറിച്ചു പോയത്. സുരേഷ് കുറുപ്പ് സ്വയം പോയെന്നൊക്കെ പറയുന്നതല്ല, അദ്ദേഹത്തെ ശ്വാസം മുട്ടിച്ച് പുറത്താക്കിയതെന്നാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം സുരേഷ് കുറുപ്പിനൊക്കെ പിന്നെ ഒരു സ്പേസ് ഇല്ലാതെ വന്നാൽ എന്ത് ചെയ്യും? നല്ല പാർലമെന്റേറിയൻ അല്ല, നല്ല പാർലമെന്റേറിയനാണ്. നല്ല പിന്നെ തോക്കുന്നിടത്ത് നിന്ന് ജയിച്ച ആളല്ലേ? എത്ര പ്രാവശ്യം? ഒരു പ്രാവശ്യം. അതെ അതെ. എന്നും തോക്കുന്നിടത്ത് കൊണ്ടിടും. ഇയാൾ തോക്കട്ടെ ജയിക്കുന്നതാണെന്ന് സംശയമുണ്ട്. പക്ഷേ ജയിച്ചു വരും. അതാണ് സുരേഷ് കുറുപ്പ്. ആ സുരേഷ് കുറുപ്പിന് പോലും അത് നല്ലതിനെ ചീത്തയാക്കുകയും ചീത്തയെ നല്ലതാക്കുകയൊക്കെ ചെയ്ത് അവരിങ്ങനെ കൊണ്ടുപോകും. അതുപോലെ നമ്മൾ ഈ സ്വകാര്യ സർവകലാശാല ബിൽ ഇവർ പാസ്സാക്കുമ്പോൾ, മന്ത്രിസഭാ യോഗത്തിൽ വെച്ച് പാസ്സാക്കുമ്പോൾ നമ്മൾ വേറെ ഓർക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട്. കൂത്തുപറമ്പിലെ അല്ലേ പുഷ്പനെ ഓർക്കുന്നോ, ഞങ്ങളുടെ പുഷ്പനെ ഓർക്കുന്നോ എന്നൊക്കെ പറഞ്ഞ് ഇവർ വലിയ രോമാഞ്ചം കൊണ്ട് പാടിക്കൊണ്ട് നടക്കുന്നുണ്ടല്ലോ. അതെന്തിനു വേണ്ടി ആ പുഷ്പന്റെ ജീവിതം തകർത്ത എന്തായിരുന്നു? ശാസ്ത്രീയ കോളേജിന് എതിരെ സമരം ചെയ്തതല്ലേ? അവർ തന്നെയല്ലേ ഇപ്പം. നിങ്ങൾ ഏത് രക്തസാക്ഷിയെ നോക്കിയോ, രക്തസാക്ഷികളൊക്കെ ഇതുപോലത്തെ രക്തസാക്ഷികളാണ്. അല്ലാതെ രക്തസാക്ഷികൾ ഒരിക്കലും പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ഒരു പിന്നെ അവസ്ഥയിലല്ല അവർ രക്തസാക്ഷികളായിട്ടുള്ളത്. വളരെ ദയനീയമാണ്. രക്തസാക്ഷികളിൽ നിന്നൊരു പുസ്തകം എഴുതാൻ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. കറക്റ്റ് പുഷ്പൻ അവസാനം അതുമുതൽ മുകളോട്ട് പോയാൽ എവിടെയൊക്കെ ചെന്നെത്തുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത്രയ്ക്ക് രക്തസാക്ഷികളുടെ ഒരു പുസ്തകം എഴുതിയ ഹോട്ട് കേക്ക് ആയിരിക്കും. അത്രയ്ക്ക് സംഭവങ്ങൾ, കഥകൾ, ദുഃഖകഥകളൊക്കെ പറയാനുള്ളതാണ്. ഈ സ്വകാര്യ സർവകലാശാല കൊണ്ടുവരുമ്പോഴേ, ഇപ്പോൾ നേരത്തെ വേണുഗോപാൽ പറഞ്ഞു അതിനകത്തൂടെ വലിയ വരുമാനം ഉണ്ടാക്കിയെടുക്കാമെന്ന്. ഇത് ഏത് തരത്തിലായിരിക്കാം ഇവരുടെ ഇതിൻ്റെ നീക്കം? പിന്നെ സ്വകാര്യ സർവകലാശാല വരുമ്പോൾ ഈ സർവകലാശാലയുടെ കീഴിൽ വരുന്ന കോളേജുകൾക്ക് തന്നെ ഒരു ഫീസ് വരും. അവർക്ക് ചുമ്മാ കൊടുക്കില്ല, മനസ്സിലായില്ലേ? പിന്നെ ആ സർവകലാശാലയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പ്രത്യേക ഫീസായിരിക്കും. അപ്പോൾ അതിൻ്റെ വരുമാനങ്ങളെല്ലാം ഗവൺമെൻറ്റിലേക്ക്, യൂണിവേഴ്സിറ്റി പോകും, അത് ഗവൺമെൻറ്റിലേക്കും കിട്ടും. പിന്നെ ടൗൺഷിപ്പുകൾ ഉണ്ടാക്കും. ആ ടൗൺഷിപ്പുകളിൽ ഉണ്ടാകുന്ന പിന്നെ സാമ്പത്തിക ഗുണം, ആ ടൗൺഷിപ്പിന് പ്രത്യേക ഒരു പദവി നൽകുക, അവിടെ കുറേ എംപ്ലോയ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുക. പിന്നെ വിദേശ വിദ്യാർത്ഥികളെ, അന്യ സംസ്ഥാനത്തെ വിദ്യാർത്ഥികളെയും വിദേശ വിദ്യാർത്ഥികളെയും, ഇതൊക്കെ നടക്കുമെന്നുള്ളത് വേറെ കാര്യം. കാരണം നടക്കണമെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്താൽ നടക്കില്ല. നമ്മുടെ പിന്നെ ഇവിടുത്തെ യൂണിവേഴ്സിറ്റികളിൽ തിരികെ കയറിയ പോലെ കയറിയവരൊന്നും ഇവിടെ ഈ യൂണിവേഴ്സിറ്റിയിൽ വന്നാൽ നടക്കില്ല. എക്സ്പേർട്ടുകളായിരിക്കണം. എല്ലാത്തിൻ്റെയും എക്സ്പേർട്ടുകളാണ് ഈ യൂണിവേഴ്സിറ്റികളുടെ തലപ്പത്ത് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും വിദേശത്തു നിന്ന് വിദ്യാർത്ഥികൾ വരും. പ്രത്യേകിച്ച് ഈ ശ്രീലങ്ക പോലുള്ളിടത്തു നിന്നൊക്കെ ഇഷ്ടംപോലെ നമുക്ക് കിട്ടും. മാലദ്വീപ്സിൽ നിന്ന് വരാം. അതൊക്കെ വളരെ അടുത്ത് കിടക്കുന്നതാണല്ലോ. പിന്നെ നമ്മുടെ സദേൺ സംസ്ഥാനങ്ങളിൽ നിന്ന് പലയിടത്തു നിന്നും വരാം. നല്ല ക്വാളിഫൈഡ് ആയിട്ട് വരും. അതായത് ഈ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പാസ്സായാൽ ഇൻ്റർനാഷണലി ജോലി കിട്ടാൻ എളുപ്പമാണെന്ന് പറയും. ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ആൾ വേറെ പരീക്ഷ എഴുതാൻ പറയും. അതാണ് അവസ്ഥ. കാരണം ഇവിടെ ആൾക്കാർ അങ്ങനെയല്ലേ കയറുന്നത് പലരും. ഇവിടെ അസോസിയേറ്റ് പ്രൊഫസർ, അസിസ്റ്റന്റ് പ്രൊഫസറൊക്കെ ആയത് തന്നെ നമുക്കറിയാമല്ലോ എങ്ങനെയാണെന്നുള്ളത്. തോറ്റവർ ജയിക്കുകയും അങ്ങനെ തോറ്റ് ജയിച്ചവർ പിന്നെ അസിസ്റ്റന്റ് പ്രൊഫസർ ആവുകയും അസോസിയേറ്റ് പ്രൊഫസർ ആവുകയും അസിസ്റ്റന്റ് പ്രൊഫസർ ആവുകയൊക്കെ ചെയ്ത കാലമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ളവരെ വെച്ചൊരു യൂണിവേഴ്സിറ്റി നടത്തിയിട്ട് കാര്യമില്ല. ഇത് നടത്തുകയാണെങ്കിൽ പക്കാ യൂണിവേഴ്സിറ്റി ആയിരിക്കണം. അത് വിദേശ യൂണിവേഴ്സിറ്റികളെ കിടപിടിക്കുന്നതായാൽ നമുക്ക് വിദേശികളെ കിട്ടും. ആഫ്രിക്കയിൽ നിന്ന് വരെ ഒത്തിരി പേര് നമുക്ക് കൊണ്ടുവരാമെന്നുള്ളതാണ്. കൊണ്ടുവന്ന് ഇവിടെ വിദ്യാഭ്യാസത്തിന് സൗകര്യം ഉണ്ടാക്കി കൊടുക്കാം. അതുപോലെ പിന്നെ ഫാർ ഈസ്റ്റിൽ നിന്ന് പല സംസ്ഥാന രാജ്യങ്ങളിൽ നിന്ന് നമുക്ക് ആൾക്കാരെയും കിട്ടും. കിട്ടിക്കൂടായികയില്ല. പക്ഷേ അതിന് വേണ്ട സംവിധാനങ്ങൾ ഇതായിരിക്കരുത്. കഴിവില്ലാത്തവനെ പിടിച്ച് മുകളിലിരുത്തി ഞഞ്ഞാമുഞ്ഞ ഒരു വൈസ് ചാൻസലറെ വെച്ച് എണീക്കിടാന്ന് പറയുമ്പം പിന്നെ എണീക്കുന്നതും ഇരിക്കിടാന്ന് പറയുമ്പോൾ കിടക്കുന്നതുമായൊരു വൈസ് ചാൻസലറൊന്നുമായിട്ട് കാര്യമില്ല. വൈസ് ചാൻസലർ ആയിരിക്കണം. ഈ യൂണിവേഴ്സിറ്റിയുടെ നടത്തിപ്പിന് ഞാൻ പാറ പോലെ ഉറച്ചു നിൽക്കും. അതിന് വേണ്ടിയിട്ട് വിദ്യാർത്ഥി സമരമോ മറ്റു കാര്യങ്ങളൊക്കെ വന്നാൽ ഞാൻ എല്ലാത്തിനെയും പിടിച്ച് പുറത്താക്കും എന്നൊക്കെ പറയുന്ന രീതിയിൽ നിൽക്കുന്ന ഒരു, അതായത് ലണ്ടൻ യൂണിവേഴ്സിറ്റി പിന്നെ നമ്മൾ ഓക്സ്ഫോർഡിനൊക്കെ പറയില്ലേ, ഓക്സ്ഫോർഡ് കേംബ്രിഡ്ജൊക്കെ പറയില്ലേ, അതുപോലെ അല്ലെങ്കിലും ഒരു വിധം സ്റ്റാൻഡേർഡ് ഉള്ള യൂണിവേഴ്സിറ്റി ആയിരിക്കണം. ഇന്ത്യയിലെങ്കിലും ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റി എന്നുള്ളൊരു പേരെടുക്കാൻ കഴിയണം. അത്തരത്തിൽ പ്രൈവറ്റിന് അതിന് പിന്നെ സ്വാതന്ത്ര്യം കൊടുക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ
കേരളത്തിന് എക്കോണമി ഉണ്ടാകുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇത്. ഇത് മാത്രമല്ല, ഈ നമ്മുടെ മെഡിക്കൽ സൗകര്യങ്ങൾ, മെഡിക്കൽ യൂണിവേഴ്സിറ്റി, അതെല്ലാം അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇത് ചെയ്താൽ ഗുണമാണ്. പക്ഷേ യോഗ്യതയുള്ളവർ, അർഹരായവർ, പ്രവർത്തനത്തിന് താല്പര്യമുള്ളവർ, മികവുള്ള യൂണിവേഴ്സിറ്റി വരണമെങ്കിൽ മികവുള്ള അധ്യാപകർ വരണം, മികവുള്ള അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് വരണം, മികവുള്ള ചെയർമാൻ, വൈസ് ചാൻസലർ വരണം. അതിന് കഴിയുമോ എന്നുള്ളതാണ് കേരള സർക്കാർ നോക്കേണ്ടത്. ഓക്കെ, താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.